സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണി കൃഷിൻ്റെ ഫോൺ കോൾ വരുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം കൺമണിക്ക് നല്ല വിഷമാവുന്നുണ്ട്. എന്തായാലും കൃഷി തന്നെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ കൺമണി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മാനസയുടെ മുന്നിൽ നിന്ന് തന്നെ ഇഷ്ടമാണെന്നുള്ളത് തുറന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുക? ആ ഒരു മനസ്സിൻ്റെ ഇതിൽ നിൽക്കുക കേട്ടോ ചെയ്യുന്നത് കൺമണി. അതിനുശേഷം തന്നെ പിന്നീട് കാണിക്കുന്നത് ബാലുവിൻ്റെ വീട്ടിലാണ്. ബാലും അതുപോലെ സുമിത്രയും ലാലിയൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ എന്താണ് ക്ലീറ്റസിനെ കാണാത്തത് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ക്ലീറ്റസ് അവിടേക്ക് ഓടി വരിക കേട്ടോ ചെയ്യുന്നത്. എന്തായടാ, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? അപ്പോൾ പറയുന്നുണ്ട് ബലരാമൻ്റെ കാര്യം എന്തൊക്കെയായി എന്ന് പറയാം. ബലരാമൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, പക്ഷേ 2 ദിവസമായിട്ട് ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം സുമിത്രാമേ, എന്നാലാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. നിനക്ക് വയറ് നിറച്ച് ഭക്ഷണം തരാം, നീ കാര്യങ്ങൾ പറഞ്ഞോ എന്ന് പറയുന്നു. ബലരാമൻ സാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അത് സാഗർ ഒരുപാട് വലിയ കേസാണ് കൊടുത്തിരിക്കുന്നത്. കൊലക്കുറ്റത്തിന് വരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി സാറിൻ്റെ കാര്യം എന്താവുന്നൊന്നും അറിയില്ല. ഒളിച്ച് താമസിച്ച് എനിക്ക് മതിയായി സുമിത്രാമേ, എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലാലിയോട് പറയുന്നുണ്ട് ക്ലീറ്റസിന് വയറ് നിറച്ച് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു, എൻ്റെ മോൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ കുടുംബത്തിന് വേണ്ടി എന്നൊക്കെ ലാലിയും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ബാലു എന്താണെന്നറിയോ, സാഗർ ചിന്തിച്ചിട്ടില്ല ആരോടാണ് സാഗർ ഏറ്റുമുട്ടുന്നത് എന്നുള്ളത്. അത് സ്വന്തം മകനോടാണെന്നുള്ള കാര്യം അവനറിയില്ല, അറിഞ്ഞാൽ തകർന്നു പോകും എന്നൊക്കെ പറയുന്നു കേട്ടോ. അതേ തന്നെയാണ് വേണ്ടതും. പിന്നെ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ, ഭാഗ്യശ്രീ ഇവിടെയാണ് വേണ്ടത്. അവളിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ക്ലീറ്റസിനോട് പറയുന്നുണ്ട്. നീ പറഞ്ഞാൽ ചിലപ്പോൾ അവൾ കേൾക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഭാഗ്യക്കുഞ്ഞിൻ്റെ കാര്യത്തിൽ വലിയ കഷ്ടമാണ്, ബലരാമൻ സാറിൻ്റെ പോലെയല്ല. ഭാഗ്യക്കുഞ്ഞിൻ ചിന്തിക്കാനുള്ള കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ബലരാമന് ബുദ്ധിയില്ല, എന്നെ അവൻ വിശ്വസിച്ച് ജീവിക്കുകയാണ്, അവനൊരു പൊട്ടനാണെന്നുള്ള രീതിയിലേടാ നീ പറയുന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കാരണം ബലരാമൻ സാറിൻ്റെ പോലെയല്ല, ഭാഗ്യക്കുഞ്ഞ് എന്നെ അനുസരിക്കുമെന്നൊന്നും അറിയില്ല, നീ വിചാരിച്ചാൽ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബാലു പറയുന്നുണ്ട് നമുക്ക് സാഗറിനെ ഒന്ന് കാണാനായിട്ട് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേനും തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ സാഗറിനെ കാണാനായിട്ട് നമുക്ക് പോകണം ബാലു എന്ന് പറയും. ഇനി അവിടെ വേണം നമ്മൾ കാണിക്കാൻ എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സാഗറിൻ്റെ വീട്ടിലേക്ക് ബാലുവും സുമിത്രയും കൂടി പോവുകയാണ്. പെട്ടെന്ന് തന്നെ നേഴ്സ് വന്നിട്ടാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേനും സാഗർ ഉണ്ടോ ഇവിടെ ചോദിക്കുകയാണ്. ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഒന്ന് വിളിക്കാമോ ചോദിക്കുമ്പോഴത്തേനും നേഴ്സ് പോയിട്ട് വിളിക്കാനായിട്ട് നോക്കുമ്പോൾ ആൻറ്റിയമ്മ വരുന്നുണ്ട്. ആരാ വന്നിട്ടുള്ളത്? സാഗർ സാറിനെ അന്വേഷിച്ച് വന്നിട്ടുള്ള ഒരാളാണ് എന്ന് പറയുമ്പോഴത്തേനും അവർ അകത്തേക്ക് വരുന്നു കേട്ടോ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ആൻറ്റിയമ്മ. ഞാൻ സാഗറിൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് പറയുന്നു. സാഗറിൻ്റെ കൂട്ടുകാരനോ? അനിയൻ കുഞ്ഞിനെ എന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളാരാ? ഞാൻ കണ്ടു പരിചയം കൂടി ഇല്ല എന്ന് പറയുന്നു. സാഗറിനെ അറിയും, സാഗറിനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നു. സാഗറിനെ അപ്പോൾ വിളിക്കുമ്പോൾ സാഗറും സുജാതയും കൂടി ഇറങ്ങി വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇവൻ ആരാ ഇങ്ങോട്ട് കയറ്റിയത്, ചേച്ചിയമ്മയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, ഇവൻ ആരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചേച്ചിയമ്മ തന്നെ ഇവനെ പുറത്താക്കുമെന്ന് പറയുന്നു. ആരാ മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവനാണ് 30 വർഷം മുന്നേ അലികയെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് സ്വന്തം നശിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. ഇവൻ്റെ പേര് പറഞ്ഞാൽ ചേച്ചിയമ്മയ്ക്ക് അറിയുമായിരിക്കും, ബാലഗോപാലൻ എന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അതുമാത്രമോ, ഇവൻ്റെ മകൻ്റെ പേര് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി ചേച്ചിയമ്മയ്ക്ക് അറിയുമെന്ന് പറയുന്നു. എന്താടാ പേര് പറയടാ എന്ന് പറയുമ്പോൾ ഇവൻ്റെ മകൻ്റെ പേരാണ് ബലരാമൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് ഇവൻ്റെ മകനായിരുന്നോ? എന്താണ് ഇവനെ ആരാടാ, നീ കടന്നു പോയിക്കോ പുറത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി മേല ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു പോരുത്. അപ്പോൾ സാഗറും തന്നെ നല്ല ദേഷ്യത്തോടു കൂടി ഇവൻ ഇപ്പം തന്നെ പുറത്താക്കണം പറഞ്ഞ് ആ ഒരു വീൽ ചെയർ ഉന്താനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സുജാത വന്നിട്ട് തടയുന്നുണ്ട് സാഗറിന്. സാഗർ ഒന്നുമില്ല, ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ സുമിത്രയാണെങ്കിൽ കൈകൂപ്പി മാപ്പ് പറയാനാണ് ചെയ്യുന്നത്. കാരണം ഭയങ്കര വിഷമത്തോടുകൂടി പറയുന്നുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങളുടെ മകനെ നിങ്ങൾ ഒന്നും ചെയ്യരുത്, അവന് കൊടുത്തിട്ടുള്ള കേസെല്ലാം തന്നെ പിൻവലിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാണ്, അവനൊരു ദുഷ്ടനാണ്, അവനിനി കൊലക്കേറ് ഞങ്ങൾ വാങ്ങിക്കൊടുക്കും എന്നൊക്കെ സാഗറും ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവരോട് നേരെ ഒരുപാട് ആക്രമണങ്ങൾ ബലരാമൻ ചെയ്തിട്ടുണ്ട്.
ഇത് മാത്രമല്ല, സുമിത്രയാണെങ്കിലോ ഈ സാഗർ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ബലരാമൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഗറാണ് ഇതെല്ലാം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ മേൽ ഒരു തെറ്റുമില്ല എന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെയും ബലരാമനെ കൊണ്ട് സാഗറിൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഐഡിയകളാണ് അതൊക്കെ. അപ്പോൾ ബാലു പറയുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ മകനെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് സഹതാപത്തോട് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ സുമിത്ര റെക്കോർഡ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. പക്ഷേ സാഗറാണെങ്കിൽ ഒന്നും സമ്മതിക്കാതെ അവരെ പുറത്താക്കുന്നു. പക്ഷേ ഇവർക്ക് കിട്ടേണ്ടത് കിട്ടി മനസ്സിലാക്കിയതിന് ശേഷം ബാലും സുമിത്രയും പോകുന്നു. നമുക്ക് കിട്ടേണ്ടത് കിട്ടി ബാലു, ഇനി നമുക്ക് പോകാം എന്ന് പറയുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ മടങ്ങുന്നു കേട്ടോ. അതിന് ശേഷം തന്നെ നമ്മുടെ സാഗറും അതുപോലെ സുജു ആൻ്റിയമ്മയും കൂടി നിന്ന് സംസാരിക്കുന്നുണ്ട്. നിനക്കിപ്പോൾ മനസ്സിലായോ, ഞാൻ നിങ്ങൾ തന്നെ അവരോട് മറുപടി പറയട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ഒരക്ഷരം ഞാൻ പറയാതെ നിന്നത് അതുകൊണ്ടാണ്. ബലരാമനെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ടുപേരും കൂടി. ഇപ്പം എന്തായി? ഇതുപോലെ തന്നെയാണ് കൺമണിയുടെ കാര്യം. നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന എല്ലാവരും നമ്മളെ ചതിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങൾ ഓരോന്നും കണ്ണ് പൂട്ടി വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മകനെന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളെ ചതിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇതൊന്നും ആലോചിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളും മാനസയും അതുപോലെ കൃഷ്ണൻ തമ്മിലെ കല്യാണവും അതുപോലെ കൃപമോളെ ചികിത്സിക്കുന്ന കാര്യങ്ങളും മാത്രമായിരിക്കണം എന്ന് പറഞ്ഞ് ആൻ്റിയമ്മ പോകുന്നു കേട്ടോ. അപ്പോഴത്തേക്കും സുജുവിനും സാഗറിനും സങ്കടമാവുന്നുണ്ട്. സുജു പൊട്ടിക്കരയുന്നുണ്ട്. സാഗർ ഇനി എന്താണ് ചെയ്യേണ്ടത്? കാരണം ഞാൻ അവനെ മകനെ പോലെയല്ലേ സ്നേഹിച്ചത്, അവൻ എന്നെ ഇങ്ങനെ ചതിച്ച് കളഞ്ഞല്ലോ സാഗർ എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടു കൂടി നിൽക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീട്ടിലാണ്. കൺമണിയുടെ അച്ഛൻ എന്താ പറയേണ്ട അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാനസ വരുന്നത്. മാനസയെ കാണുമ്പോഴത്തേനും അച്ഛന് വലിയ ഇഷ്ടപ്പെടുന്നില്ല. കാരണം തൻ്റെ മകൾക്ക് ഇന്ന് വലിയൊരു അപമാനം അവിടെ ഉണ്ടായി. അത് മാനസ കാരണം മാനസയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംബോധിച്ചത്. അതിനുശേഷം തന്നെ മാനസ പറയുന്നുണ്ട്, അങ്കിൾ എനിക്ക് കൺമണിയെ ഒന്ന് കാണണം എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും അവളെ കാണാൻ പറ്റുന്നില്ല, അവൾ കിടക്കുകയാണ്, അവൾക്ക് പനിയാണെന്ന് പറയുന്നു. അങ്കിളിന് എന്നോട് ദേഷ്യമുണ്ടല്ലേ? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലികയിൽ നിന്നൊരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ബാംഗ്ലൂർ പോയതിന് ശേഷം തന്നെ അവിടെയെല്ലാം തന്നെ നല്ല രീതിയിലേക്ക് നടന്നു. ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് സാഗർ അങ്കിളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അലികയിൽ ഞാനൊന്ന് വൃത്തിയാക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് അവിടെ സ്റ്റാഫിനോട് എല്ലാവരോടും സംസാരിച്ച കൂട്ടത്തിൽ കൺമണിയോടും. അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്കിൾ. കാരണം അതുകൊണ്ടാണ് അവൾക്ക് വയ്യാത്ത കാര്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറയുന്നു. എൻ്റെ മേഡം എന്തിനാണ് എൻ്റെ മോളെ എങ്ങനെ വഴക്ക് പറയുന്നത്? കാരണം എൻ്റെ മോൾ ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ധനലക്ഷ്മി അത് കേട്ടുകൊണ്ട് വരുന്നത്. മേഡമാണോ വരുന്നത്? എന്തായാലും മേഡം വന്നത് ശരി. അലികയിൽ അവൾ വരുന്നത് നിർത്തണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞു. ഈ അടുത്ത ആഴ്ച തന്നെ അവളുടെ കല്യാണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അലികയിലേക്ക് ജോലിക്ക് പോകുന്നത് അവൻ കിട്ടുന്ന ഭർത്താവിന് ഇഷ്ടമല്ല, അതായത് വരുണിന് ഇഷ്ടമല്ല, വീട്ടുകാർക്കും ഇഷ്ടമല്ല. എത്രയും പെട്ടെന്ന് മേഡം അവിടെ നിന്ന് ഒഴിവാക്കി തരണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും ചെയ്യണം മേഡം എന്ന് പറയുന്നു. കല്യാണം ഉറപ്പിച്ചോ കൺമണിയുടെ എന്ന് പറയുന്നുണ്ട്. കല്യാണം ഉറപ്പിച്ചു, അവൾക്കും സമ്മതമായിട്ടുണ്ട്, എല്ലാവർക്കും സമ്മതമാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും മാനസിക സമാധാനമായി. എങ്ങനെയെങ്കിലും അലികയിൽ നിന്ന് പുറത്താക്കാൻ മറ്റൊരു മാർഗ്ഗം കൂടി മനസ്സിൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കട്ടെ. എന്താ അങ്കിൾ, ഞാൻ കൺമണിയൊന്ന് പോയി കണ്ടോട്ടെ എന്ന് പറയുന്നു. പോയി കണ്ടോ എന്ന് പറയുന്നു. മേഡം ഒരു കാര്യം കൂടി ഞാൻ പറയാം, അലികയിൽ നിന്ന് ആര് വന്നാലും ഇവിടെ കയറ്റരുതെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ മേഡം വന്നതല്ലേ, പോയി കണ്ടോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ എന്ന് പറയുകയാണ്. പിന്നെ ധനലക്ഷ്മി അച്ഛനും കൂടി പറയുന്നുണ്ട്. എന്താ ധനലക്ഷ്മി, വരുണുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ മേഡത്തോട് പറഞ്ഞതെന്ന് പറയുന്നു. എന്താ സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളെപ്പോലെ പഴം വിഴുങ്ങിയതുപോലെ ഞാനിവിടെ നിൽക്കണോ? മാത്രമല്ല വരുണും അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, വരുണുമായിട്ടുള്ള കല്യാണത്തിന് അവൾ മാനസികമായി തയ്യാറായിട്ടില്ല. ഇനി അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, കാര്യങ്ങളൊന്നും നടക്കില്ല. എത്രയും പെട്ടെന്ന് അവർ പറഞ്ഞ ഡേറ്റിൽ കല്യാണം നടന്നിരിക്കും. അത് ഞങ്ങൾ കൊടുത്ത വാക്കാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു വൃത്തികെട്ട ഒരു ഫാമിലി എപ്പോൾ വന്ന് പെട്ടു ഇവിടെ എന്നൊക്കെ രീതിയിലൊക്കെ നമ്മുടെ ധനലക്ഷ്മി സംസാരിക്കുന്നുണ്ട്. പിന്നീട് മാനസ കൺമണി കിടക്കുന്ന കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട്, കിടപ്പ് കണ്ടില്ലേ, ഇവൾ കുത്തി കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്കുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുന്നു. കൺമണി എന്ന് വിളിക്കുന്നുണ്ട് സ്നേഹത്തോടു കൂടി.
അപ്പോൾ കൺമണി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു കേട്ടോ. മാഡം എന്താ ഇവിടേക്ക് വന്നിട്ടുള്ളത്? ഞാൻ നിന്നെ കാണാൻ വന്നതാണ് കൺമണി. ഇന്ന് ഓഫീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു, നീ എന്നോട് ക്ഷമിക്കണേ. ഞാൻ എനിക്കറിയില്ലായിരുന്നു നിനക്ക് പനിയാണെന്നും അങ്ങനെയൊന്നും. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. കാരണം ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴത്തേനും വലിയൊരു ഉത്തരവാദിത്തമാണ് സാഗറങ്ങൾ എൻ്റെ തലയിൽ വെച്ച് തന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി. എല്ലാം തന്നെ ഒന്ന് തുടച്ച് വാർക്കണം എന്നുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതിൽ നീയൊരു ബലിയാടായി എന്ന് മാത്രം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ധനലക്ഷ്മി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. എനിക്കിഷ്ടം തന്നെ കാര്യങ്ങളൊക്കെ അതായത് കൺമണിയുടെ മനസ്സ് ഒന്നും കൂടി വേദനിപ്പിക്കാനായിട്ടാണ് മാനസ് അവിടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നിൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുന്നത് കേട്ടു വരുണുമായിട്ട്. എന്തായാലും ഒരു കാര്യം കൂടി നീ കണ്ടോ, ഞങ്ങളുടെ കല്യാണം 28-ാം തീയതി ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാനും ക്രഷും തമ്മിലുള്ള കല്യാണം. ക്രഷ് എല്ലാ സംഭവങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൺമണി, ക്രഷിന് ഒരുപാട് പെൺകുട്ടികളെ ഇഷ്ടമായിരുന്നു. അതെല്ലാം എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്ന രീതിയിലൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില ആളുകൾക്കൊക്കെ ഇഷ്ടം മനസ്സിലാകും, അവർ പിന്നെ തിരിച്ചു പോവും. പക്ഷെ ചില പെൺകുട്ടികളുടെ കാര്യത്തിൽ അവളത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. പിന്നെ ഒരുപാട് വിഷമിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണനെല്ലാം തന്നെ ടൈം പാസ്സാണ്, അത് മനസ്സിലാക്കി എല്ലാവർക്കും കൊള്ളാം. കാരണം കൃഷി ഇപ്പം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കൃഷിയും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ അലിഗയിലേക്ക് ഇപ്പം തന്നെ തിരിച്ചു വന്നത്. എനിക്ക് മാനസികമായിട്ട് ഞാൻ തയ്യാറെടുത്തിട്ടുണ്ടായിരുന്നില്ല അലിഗയിലേക്ക് വരണം എന്നുള്ളത്. പക്ഷേ കൃഷി പറഞ്ഞപ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് തന്നെ വന്നതാണെന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നെ കൃഷി എന്നോട് ഒരുപാട് സ്നേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭാര്യയായിട്ടുള്ള കൺമണിയുടെ മനസ്സ് കുത്തി വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാനസം വന്നിട്ടുള്ളത്. പാവം കൺമണി എല്ലാം സഹിച്ചുകൊണ്ട് കേട്ടുകൊണ്ടും വിഷമത്തോടു കൂടി നിൽക്കുന്നതായിട്ടോ കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.